എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. കേസിനെ ഭയക്കുന്നുണ്ടോ? കേസിനെയോ? ആര്? സന്യാസിയോ? മരണത്തെ പോലും ഭയക്കാത്തവനാണ് സന്യാസി. കൊട്ടാരത്തിൽ അദ്ദേഹം മാത്രമല്ല, കൊട്ടാരത്തിൽ പശു ഉണ്ടാവും, കാളയുണ്ടാവും, പൂച്ചയുണ്ടാവും, എലി ഉണ്ടാകും. ഇവരൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരുടെ അഭിപ്രായവും പറഞ്ഞേനെ. അത്രയേ വില അതിനകത്തുള്ളൂ. അവർ അയ്യപ്പനെ കാണാനാണ് വരുന്നത്, വാവരെ കാണാൻ ആരും വരുന്നില്ല. വാവര് സ്വാമിയെ എന്നല്ലേ വിളിക്കുന്നത്, വാവര് മുസലിയാരെ എന്നല്ലല്ലോ വിളിക്കുന്നത്, വാവര് കാക്കയെ എന്നല്ലല്ലോ വിളിക്കുന്നത്. ചെങ്കോട്ടുകോണം ശ്രീ രാമദാസ മഠം ആശ്രമത്തിൻ്റെ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയാണ് നമുക്കൊപ്പം ഉള്ളത്. സ്വാമി പറഞ്ഞ പരാമർശത്തിന് എതിരെ വന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം നാമധേയമുള്ള ആളുകളോ അല്ല. പന്തളം കൊട്ടാരത്തിൻ്റെ അവിടുത്തെ പ്രതിനിധികളിൽ ഒരാളായ, അല്ല കൊട്ടാരത്തിലെ അംഗങ്ങളിൽ ഒരാളായ ആൾ പ്രദീപ് വർമ്മയാണെന്ന് തോന്നുന്നു, കേസ് കൊടുക്കുന്നു. അക്കിരമം ഭട്ടതിരിപ്പാട് താങ്കൾ പറഞ്ഞതിനെ എതിർത്ത് വരുന്നു. ദേവസ്വം ബോർഡ് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതല്ലാതെ ഇതിനകത്ത് അയ്യപ്പ വിശ്വാസികളായ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് താങ്കൾ പറഞ്ഞ വാവര് തീവ്രവാദിയാണ് എന്ന നിലപാടിനെ തള്ളിക്കളയുന്നത്. എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സത്യമല്ല എനിക്കെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ ഇന്നലെ ഒരു സഭയെ കാണുമ്പോൾ, ആയിരങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതൊന്നുമല്ല. ഇത് വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നതാണ്. കേസിനെ ഭയക്കുന്നുണ്ടോ? കേസിനെയോ? ആര്? സന്യാസിയോ? മരണത്തെ പോലും ഭയക്കാത്തവനാണ് സന്യാസി. കാരണം ശരീരമെന്ന് പറയുന്നത് വസ്ത്രം മാറുന്നത് പോലെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മരണത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും സന്യാസി ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വെറും വേഷം മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ്? കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്താണ്? അദ്ദേഹം CPM സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് അതുപോലെ തന്നെ CPMൻ്റെ സജീവമായ പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ CPMൻ്റെ ഒരു ശബ്ദം അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമേ ഞാൻ ധരിക്കുന്നുള്ളൂ. വിരോധമൊന്നും അവിടെയില്ല. പിന്നെ കൊട്ടാരത്തിൻ്റെ അഡ്രസ്സ് വെച്ച് വരുമ്പോൾ, കൊട്ടാരത്തിൽ അദ്ദേഹം മാത്രമല്ല, കൊട്ടാരത്തിൽ പശു ഉണ്ടാവും, കാളയുണ്ടാവും, പൂച്ചയുണ്ടാവും, എലി ഉണ്ടാകും. ഇവരൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കൊട്ടാരത്തിലെ ആളുകളാണ് ഞാൻ എന്ന് പറഞ്ഞേനെ, അവരുടെ അഭിപ്രായവും പറഞ്ഞേനെ. അത്രയേ വില അതിനകത്തുള്ളൂ. അതുകൊണ്ട് സത്യം ഒരു പക്ഷേ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും. അത് സ്ഥാപിക്കപ്പെട്ട് വരുന്നതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. അവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഈ വ്യത്യാസമെന്ന് പറഞ്ഞുകൂടെ. പാവങ്ങളാണ്. അവർ അയ്യപ്പനെ കാണാനാണ് വരുന്നത്, വാവരെ കാണാൻ ആരും വരുന്നില്ല. അയ്യപ്പനെ കാണാൻ വരുമ്പോൾ അയ്യപ്പൻ്റെ സുഹൃത്താണ് വാവർ എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ പ്രചരിച്ചിരിക്കുന്നത് കൊണ്ടും വാവരെ പറ്റി ആ രീതിയിലുള്ളൊരു ധാരണ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടും വാസ്തവത്തിൽ അവരവിടെ പോയി അയ്യപ്പനായി തന്നെ, വാവര് സ്വാമിയെ എന്നല്ലേ വിളിക്കുന്നത്, വാവര് മുസലിയാരെ എന്നല്ലല്ലോ വിളിക്കുന്നത്, വാവര് കാക്കയെ എന്നല്ലല്ലോ വിളിക്കുന്നത്, വാവര് സ്വാമിയെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്വാമി സങ്കല്പം തന്നെയാണ് വാവരിലും അവർ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് വാവര് നട എങ്ങനെ വന്നു? അതൊക്കെ ഈ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന്, പിന്നൊന്ന് മതേതര സങ്കല്പമാണ് അയ്യപ്പൻ്റേത് എന്ന് വരുത്തി തീർക്കുവാനുള്ളത് മറ്റൊന്ന്. ഈ വിഷയത്തിൽ സ്വാമിയുടെ നിലപാടുകളാണ് പറഞ്ഞത്. കുറച്ച് ദീർഘമായ നിലപാടുകൾ അദ്ദേഹത്തിന് ഉണ്ട്. കേസും പോലീസും ഒന്നും സ്വാമിയെ സംബന്ധിച്ച് പേടിക്കേണ്ട ഒരു കാര്യമല്ല, അതിനൊന്നും പേടിക്കുന്ന ആളുമല്ല താൻ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.